നിങ്ങൾ പല ആശുപത്രികളിലും പോയിട്ടില്ലേ? പല ടെസ്റ്റുകളും ചെയ്തു നോക്കിയിട്ടില്ലേ? മരുന്നുകളും ചികിത്സകളും ചെയ്തു നോക്കിയിട്ടില്ലേ? എന്നിട്ടും നിങ്ങളുടെ വേദന വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനൊന്ന് കാണണേ. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. വേദന എന്നത് എല്ലായ്പ്പോഴും ഒരൊറ്റ കാരണത്തിൻ്റെ ഫലമായിരിക്കണമെന്നില്ല. ശരീരത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഉറക്കം, ജീവിതശൈലി, തുടർച്ചയായ സമ്മർദ്ദം, ഭയം, മാനസികാവസ്ഥ തുടങ്ങിയ പല ഘടകങ്ങളും ചിലരിൽ വേദനയുടെ അനുഭവത്തെ സ്വാധീനിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒരാളെ കാണുമ്പോൾ വേദന എവിടെയാണെന്ന് എന്ന് മാത്രം നോക്കാതെ ആ വേദനയ്ക്ക് പിന്നിൽ മറ്റെന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ ആ വേദനയുടെ പിന്നിൽ എന്തൊക്കെയാണ് ഘടകങ്ങൾ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വേദനയെ മാത്രം പിന്തുടരുന്നതിന് പകരം ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ജീവിത രീതിയും ഉൾപ്പെടുന്ന വലിയ ചിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ സമീപനത്തിൽ ആവശ്യത്തിനനുസരിച്ച് എക്സ്റ്റേണൽ തെറാപ്പി, മൈൻഡ് ബോഡി ബാലൻസ് പ്രാക്ടീസസ്, മെഡിറ്റേഷൻസ്, എനർജി ഹീലിംഗ് പോലുള്ള കോംപ്ലിമെൻ്ററി രീതികളും ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ശരിയായ മെഡിക്കൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ആവശ്യമായ ചികിത്സ ഒഴിവാക്കാനല്ല ഇത്. തുടർച്ചയായ പുതിയതായ ഗുരുതരമായ ഉള്ള വേദനയ്ക്ക് ക്വാളിഫൈഡ് മെഡിക്കൽ ഇവാലുവേഷൻ ആവശ്യമാണ്. നിങ്ങൾ വർഷങ്ങളായി ഒരു പ്രശ്നവുമായി നടക്കുകയാണെങ്കിൽ എനിക്ക് ഉടനെ ഒരു അത്ഭുത പരിഹാരം വേണം എന്നതിന് പകരം എൻ്റെ പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കി എനിക്ക് അനുയോജ്യമായ വഴി കണ്ടെത്തണം എന്നുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. നിങ്ങൾക്കും പല ചികിത്സകൾ ചെയ്തിട്ടും വേദന വീണ്ടും 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 വരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പെയിൻ എന്ന് മാത്രം എഴുതാമോ? ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആയിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് വീണ്ടും വേദന വരുന്നത് എന്ന ചോദ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്തരം മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ് വീഡിയോകൾക്കായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.